ഒരിക്കൽ ഒരു യുവാവ് ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്തിനാണ് നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം മൗനത്തിന് നൽകുന്നത്? ഗുരു ഈ യുവാവിനെയും കൊണ്ട് ഒരു ഇരുട്ട് മുറിയിലേക്ക് ചെന്നു. അവിടെ ഒരു വിളക്കുണ്ടായിരുന്നു. ഗുരു യുവാവിനോട് ചോദിച്ചു, വിളക്കിൻ്റെ ഉപയോഗം എന്താണ്? യുവാവ് പറഞ്ഞു, പ്രകാശിക്കൽ. എണ്ണയില്ലാതെ അതിന് പ്രകാശിക്കാൻ കഴിയുമോ എന്ന് ഗുരു ചോദിച്ചു. യുവാവ് പറഞ്ഞു, ഇല്ല. വാക്കുകൾ ഒരു വിളക്ക് പോലെയാണ്. മൗനം എണ്ണ പോലെയാണ്. മൗനമില്ലെങ്കിൽ ഒരാളുടെ വാക്കുകൾക്ക് പ്രകാശമുണ്ടാകില്ല. ഒരാളുടെ ഉള്ളിൽ മൗനമുണ്ടാകുമ്പോഴാണ് അയാൾ പറയുന്ന വാക്കുകൾക്ക് പ്രകാശമുണ്ടാകുന്നത്. വാക്കുകളുടെ പ്രകാശം എന്ന് പറയുമ്പോൾ അയാളുടെ വാക്കുകൾ സൗമ്യമായിരിക്കും, ശാന്തമായിരിക്കും. കേൾക്കുന്ന ആളുകളിൽ അത് സമാധാനം ഉണ്ടാക്കും. പുറമേ ഒരാൾ മൗനത്തിലും അകത്ത് സംഭാഷണം നടക്കുമ്പോഴും അവിടെ മൗനം സംഭവിക്കില്ലേ? മനസ്സ് അനക്കമില്ലായ്മയിൽ പോകണം. ചിന്തകൾ ശക്തമാകുമ്പോൾ മൗനമുണ്ടാവില്ലേ? ചിന്തകൾ അടങ്ങണം. ഈ ചിന്തകൾ മനസ്സിൻ്റെ ഭാഗമാണ്. സമുദ്രത്തിൻ്റെ ഭാഗമാണ് തിരമാല. അതേപോലെ മനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്തകൾ. ഈ ചിന്തകൾ ഉണ്ടാകുമ്പോൾ അതിനെ ഒന്ന് നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. ആ സമയത്ത് ചിന്തകൾ അടങ്ങി മനസ്സ് ശാന്തമാവും. അതിനെ എതിർക്കുമ്പോൾ ചിന്തകൾ ശക്തമാവും. അതവിടെ നിലനിൽക്കും. അതിനെ സൗമ്യമായി ശാന്തമായിട്ട് ഒഴുകാൻ അനുവദിക്കുക. ഒരാളുടെ ഉള്ളിലുള്ള മൗനം കണ്ടെത്തിയിട്ട് അയാൾ അതിൻ്റെ സുഖം അനുഭവിക്കണം. അതനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരാൾ അയാൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കണം. ഒരിക്കൽ ഒരു ജ്ഞാനിയുടെ അടുത്ത് ഒരു യുവാവ് വന്ന് പറഞ്ഞു, എനിക്ക് ഉന്നതമായിട്ടുള്ള ജ്ഞാനം വേണം, സ്വാതന്ത്ര്യം അനുഭവിക്കണം. ജ്ഞാനി ഈ യുവാവിനോട് പറഞ്ഞു, കുറച്ച് സമയം നീ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരിക്കെ. അയാൾ അസ്വസ്ഥനായിട്ടാണ് വന്നത്. ആ അസ്വസ്ഥതയിൽ നിന്നുകൊണ്ടാണ് ആ ഉന്നത ജ്ഞാനം, സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത്. ഗുരു പറഞ്ഞു, സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരിക്കെ. അയാൾ കുറച്ച് സമയം ഇരുന്ന് അയാൾ അസ്വസ്ഥനായി പെട്ടെന്ന് അവിടെ നിന്ന് പോയി. ഇത് കണ്ട ഗുരു പറഞ്ഞു, ഈ ജ്ഞാനം എന്ന് പറയുന്നതും സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും അസ്വസ്ഥതയ്ക്ക് അപ്പുറത്തുള്ള ഒന്നാണ്. സ്വസ്ഥനായിട്ട് നമുക്ക് ഇരിക്കാനാവണം. ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ സ്വസ്ഥതയോടെ ചെയ്യാനാവണം. ഒന്നിനെ കേൾക്കുമ്പോൾ, അറിയുമ്പോൾ, പറയുമ്പോൾ എല്ലാം നമ്മുടെ ഉള്ളിൽ ഈ സ്വസ്ഥത ഉണ്ടാവണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കണം. ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും ആ സ്വസ്ഥതയും ശാന്തതയും അനുഭവിച്ചിട്ടാണോ ഞാൻ ചെയ്യുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നിത്യജീവിതത്തിലെ ചെറുതായിട്ടുള്ള ഈ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകുമ്പോൾ തന്നെ ചിന്തകൾ അടങ്ങി മനസ്സിൻ്റെ ശാന്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ